KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. അഡ്വാൻസ്ഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിഫാൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 3.5 സെക്കൻഡായി സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ 6 ഇമേജുകളാണ് നാം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫിക്സിനായി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സിനായി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസിൽ നിന്നും റൊമാൻറ്റിക് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും റൊമാൻസ് കാർഡ്സ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ ഗ്രാഫിക്സ് നിങ്ങളുടെ KineMasterലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ടൈം ലൈനിൽ നിന്നും ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും റൊമാൻസ് കാർഡ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ 6 എഫക്റ്റുകൾ ലഭ്യമാണ്. ഈ ഇമേജിലേക്ക് ഒന്നാമത്തെ ഈ ഗ്രാഫിക്സ് തന്നെ സെലക്ട് ചെയ്ത് നൽകാം. ഈ രീതിയിൽ ഓരോ ഇമേജിലും ക്ലിക്ക് ചെയ്ത് റൊമാൻസ് കാർഡ്സിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സുകൾ സെലക്ട് ചെയ്ത് നൽകുക. എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഈ മ്യൂസിക് ലെയറിന്റെ ലെങ്തും മുകളിലത്തെ ഇമേജ് ലെയറുകളുടെ ലെങ്തിന് സമമായി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.